Good afternoon. Okay. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കി ഓക്കെ അല്ലേ? യെസ്. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് മൊഡ്യൂളില് 8ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ. അതിനകത്ത് ഫസ്റ്റ് നമ്മള് സേഫ്റ്റി, ജനറൽ സേഫ്റ്റി അല്ലെ, ജനറൽ സേഫ്റ്റി റൂൾസ് പറഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ ഏതാണ്? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. അത് രണ്ടും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്? അതെല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ. ആ പോയിന്റ്സ് ആയിട്ട് തന്നെ ഇപ്പോ എന്താ ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിൽ വരുന്നത് ഏത്, അങ്ങനെ പോയിന്റ്സ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കണം കേട്ടോ. അപ്പൊ അത് പോയിന്റ്സുകൾ നോക്കുക, ഓരോന്നിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മളെടുത്ത് ഇപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ അങ്ങനെ ചോദിക്കുക. അപ്പൊ അത് ഏതൊക്കെയാണ് വന്നേന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്. ഇനി ഹോസ്പിറ്റലില് നമ്മള് എന്താ യാത്രകള്, അതായത് നമ്മളിപ്പോ പേഷ്യൻസിനെയൊക്കെ ആണെങ്കിലും കൊണ്ടുപോകുമ്പോഴും ഒക്കെ എന്താണ്, ആ ട്രാഫിക് സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നോക്കേണ്ടത്. ഓക്കെ, നോക്കിയേ സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ വരുന്ന ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റത്തെയാണ് വീൽ ബ്രേക്സ്. വീൽ ബ്രേക്കുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ നമ്മുടെ വീൽ ചെയറിനൊക്കെ ഉള്ള ബ്രേക്ക്. ഇപ്പൊ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകും അല്ലേ, ഇങ്ങനെ നമ്മള് എന്താ ഉരുണ്ടങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ഉറപ്പിച്ച് നിർത്താനായിട്ടാണ്, ഫിക്സ് ചെയ്ത് നിർത്താനാണ് വീൽ ബ്രേക്സുകൾ ഉപയോഗിക്കുന്നത്. അത് ആ വീൽ ചെയറിൽ ഉണ്ട്, വീൽ ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമ്മള് ബ്രേക്ക്, ആ വീൽ ബ്രേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീൽ ചെയർ അനങ്ങൂല. അതാണ് കേട്ടോ വീൽ ബ്രേക്കുകൾ. ലോക്കിംഗ് വീൽ ബ്രേക്സ് ടു സെക്യൂർ വീൽ ചെയർ ഓൺ സ്ട്രെച്ചർ ഇൻ പ്ലേസ് ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ പേഷ്യൻസിനെ നമ്മളിപ്പോ സ്ട്രക്ചറിൽ നിന്ന് വീൽ ചെയറിലിട്ട് കിടത്താനോ അല്ലെ, അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിനെയൊക്കെ പെട്ടെന്ന് നമ്മുടെ വീൽ ചെയറിലേക്കൊക്കെ മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ സാധാ വീൽ ചെയർ ഇങ്ങനെ അല്ല, വീൽ ചെയർ നോർമലി ഇങ്ങനെ വെച്ചിട്ട് പേഷ്യന്റിന് നമ്മൾ എടുത്ത് അങ്ങോട്ടേക്ക് ഇരുത്തുമ്പോഴൊക്കെ തന്നെ ഉരുണ്ടു പോകാം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വീൽ ചെയർ സെക്യൂർ ആക്കി വെക്കണം. അതായത് വീൽ ബ്രേക്കുകൾ ഇടണം. സ്ട്രക്ചറില് നമ്മൾ വീൽ ചെയറുകള് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വീൽ ബ്രേക്സുകൾ ഇടണം. കണ്ടോ, എപ്പോഴാ? ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്. പേഷ്യൻസിനെ അതിലേക്ക് വീൽ ചെയറിലേക്ക് നമ്മൾ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ അവിടെ വീൽ ചെയറിൽ നമ്മൾ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ എണിപ്പിക്കുമ്പോഴോ ഒക്കെ ഈ വീൽ ബ്രേക്കുകൾ വീൽ ചെയറിൽ ഇടണം. അതാണ് ഒന്നാമത്തെ സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ വരുന്നത്. എന്താണ്? വീൽ ബ്രേക്സുകൾ ഉപയോഗിക്കണം. എന്തിനു വേണ്ടി? ആ വീൽ ചെയർ സെക്യൂർ ആയിട്ട് നിർത്താനായിട്ട്. അതായത് വീൽ ചെയർ ഓടിപ്പോവാതെ നിൽക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വീൽ ബ്രേക്കുകൾ ഉപയോഗിക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്. ഇനി അവിടെ നോക്കിയേ, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ. പിന്നെ എന്താണ്? ആ പേഷ്യൻസിനെ കയറ്റാനും ഇറക്കാനും ഒക്കെ നമുക്കൊരു സഹായം അല്ലെ, ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവരെ കയറ്റവും ഇറക്കവും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വീൽ ചെയറില് വീൽ ബ്രേക്കുകൾ ഇടണം. ഓക്കെ, ഏജ്ഡ് ആയവർക്ക് അല്ലെ, വയസ്സായവർക്കൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് തന്നെ അവർക്ക് കയറിയിരിക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം. ഇനി രണ്ടാമത്തെയാണ് സേഫ്റ്റി ബെൽറ്റ്. സേഫ്റ്റി ബെൽറ്റ്. സേഫ്റ്റി ബെൽറ്റ് ടു waist belt or side tail on stretchers to protect patient from falling while transporting. അതായത് നമ്മൾ സേഫ്റ്റി ബെൽറ്റുകളാണ്. ഇപ്പൊ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ബെൽറ്റ് ഇടൂലേ, സീറ്റ് ബെൽറ്റ് ഇടാറില്ലേ അല്ലെ?
സീറ്റ് ബെൽറ്റ് ഇടണം. എന്തിനാ ബെൽറ്റ് ഇട്ടേക്കുന്നത്? നമ്മൾ മുന്നോട്ടൊക്കെ ഇങ്ങനെ ആഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അല്ലേ നമ്മളാ. അതുപോലെ ഇവിടെ നമുക്ക് എവിടെയാണ് സ്ട്രക്ചറിലൊക്കെ പോകുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ. അപ്പൊ അവിടെ എന്താ പറയാ, അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഡെഡ് ബോഡി ഒക്കെ ആണെങ്കിലൊക്കെ നമ്മളൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ആ ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റ് ഇട്ടേക്കണ കണ്ടിട്ടുണ്ട് സ്ട്രക്ചറിൽ. ഇങ്ങനെ അല്ലാതെ ഇത്തിരി ഇതായിട്ടുള്ള ആളുകളെ, ഇപ്പൊ എന്താ കോൺഷ്യസ് അല്ലാത്തവരെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുമ്പോ വേണമെങ്കിൽ അവരൊക്കെ ഇടയ്ക്കൊക്കെ എണീറ്റ് പോകാം, എണീക്കാനൊക്കെ ഉള്ള ഒരു വെപ്രാളമൊക്കെ ഇതൊക്കെ കാണിക്കും. അപ്പൊ അവര് എന്താ പറയാ, ആ സ്ട്രക്ചറില് പേഷ്യൻസിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി ബെൽറ്റ്. അത് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് വലിച്ചിടാം. അപ്പൊ നമ്മളെ കവർ ചെയ്തിരുന്നോളും കേട്ടോ. അവർ സൈഡ് tail എന്ന് പറയുന്ന or structures to protect patient from falling while transporting. ആംബുലൻസിലെ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യും, ശരിയാണ്. ആംബുലൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മള് അവരെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ, അവരുടെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രക്ചറിൽ എന്താണ് വേസ്റ്റ് ബെൽറ്റ് ഓർ സൈഡ് ടൈൽ ഉണ്ടോ. Safety belt to waist belt or side tail on structure to protect the patient. ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ആണ്. നമ്മൾ യാത്ര അവരെ കൊണ്ടുപോകുമ്പോഴൊക്കെ അവര് വീഴാതിരിക്കാനൊക്കെ വേണ്ടി സ്ട്രക്ചറില് നമ്മള് ഈ ഇതുപോലെ സൈഡ് ടൈൽ അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിക്കാം. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. Safety belt to waist belt or side tail on structures. എന്തിനു വേണ്ടിയാ? To protect the patient from falling while transporting. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് വീഴാതിരിക്കാൻ. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് സേഫ്റ്റി. നോക്കിയേ, സേഫ്റ്റി ട്രാഫിക്കില് കാർട്ട്, വീൽ ചെയർ. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് വീൽ ചെയർ ആണ് കേട്ടോ. അത് വീൽ ചെയർ, WHEEL, വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ്. പുഷ് കാർട്ട്, വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ് സ്ലോലി, വാച്ച് യുവർ വേ ahead of you. അപ്പൊ നമ്മൾ വണ്ടികളായിക്കോട്ടെ, കാർട്ടുകള് അല്ലെങ്കിൽ വീൽ ചെയറുകള്, സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വേണം കൊണ്ടുപോകാൻ? എങ്ങനെ വേണം? സ്ലോലി. ഒറ്റയടിക്ക് ഓടിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മുടെ കയ്യെങ്ങാനും ഇത്തിരി ഇതായി കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്റെ പേഷ്യൻസ് അങ്ങ് പോകും അല്ലേ. അത് നമ്മളത് പോകുമ്പോഴേ പതുക്കിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ട്രക്ചറിലും വീൽ ചെയറിലൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ പതുക്കിയാ കൊണ്ടുപോകുന്നത് അല്ലേ. അതും എങ്ങനെ? സ്ലോലി ആണ്. കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, സ്ലോലി ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കണേ? വാച്ച് യുവർ വേ ahead of you. നമ്മുടെ മുന്നിലുള്ള വഴി നോക്കി ക്ലിയർ ആക്കി പതുക്കെ മാത്രമേ അവരെ കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള വഴി നോക്കിയിട്ട് വാച്ച് യുവർ വേ ahead of you. നമ്മുടെ മുന്നിലുള്ള വഴി ക്ലിയർ ആക്കി ഓക്കെ ആക്കിയിട്ട് പതുക്കെ വേണം പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. ഇനി അടുത്തതാണ് റാമ്പ് എന്ന് പറയുന്നത്. റാമ്പ് എന്ന് പറഞ്ഞ എന്താ? ചെരിഞ്ഞ സ്ഥലം. ഇതാണ് റാമ്പ്. Control stretchers and wheelchair from lower side while going up or down a ramp. അതായത് നമുക്ക് ഈ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഒന്നില്ലേ ലിഫ്റ്റ് വഴി കൊണ്ടുപോകാം, അല്ലാതെ നമുക്ക് ഈ സ്റ്റെപ്പി കൂടെ ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റുമോ? സ്റ്റെപ്പി കൂടെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെ. അപ്പൊ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലില് റാമ്പ് വേ ഉണ്ട് അല്ലെ. ചെരിഞ്ഞ സ്ഥലം, അതിൽ കൂടെ നമുക്ക് പേഷ്യൻസിന് നമുക്ക് സ്റ്റെപ്പിൽ കൂടെ പോകാം. ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഇതൊക്കെ വീൽചെയർ ഒക്കെ കൊണ്ടുപോകാനാണ് റാമ്പ് എന്ന് പറഞ്ഞത്. ചെരിഞ്ഞ സ്ഥലമുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയേ, അവരെ കൊണ്ടുപോകുമ്പോൾ എവിടെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് വീൽ ചെയർസ് ഫ്രം എവിടെയാണ്? ലോവർ സൈഡ്. എവിടുന്ന് കൺട്രോൾ ചെയ്യണം? ലോവർ സൈഡ്, താഴെ വശത്ത് നിന്ന്. while going up or down a ramp. റാമ്പിൽ കൂടെ മുകളിലേക്ക് പോകുമ്പോഴും റാമ്പിന്ന് താഴേക്കൂടെ ഇറക്കുമ്പോഴും ഒക്കെ എന്താണ്? ലോവർ സൈഡ്, താഴെ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. മുകളില് അല്ല അതിന്റെ ഇത് വേണ്ടത്. നമ്മൾ പോകുകയാണെങ്കിൽ താഴെ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ സ്ട്രക്ചറിൽ പേഷ്യൻസിനെ കിടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ താഴെ വശത്തിൽ നിന്ന് വേണം മുകളിലേക്ക് കയറ്റാനായിട്ട്. അല്ല മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കയറ്റരുത്. മനസ്സിലായോ? എവിടുന്ന് വേണം? ലോവർ സൈഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും അതൊന്നുകൂടി നോക്കിയാൽ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Control stretchers and wheelchair from that side while going up or down a ramp. ഏത് സൈഡാ? ലോവർ സൈഡ്. ഇനി നെക്സ്റ്റ് ആണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ?
തന്നെ തുറക്കണ വാതിലുകളില്ലേ, ഓട്ടോമാറ്റിക് ഡോറുകൾ പോലെ, അതാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൈ പിടിച്ച് തുറക്കണ്ട, അല്ലേ? ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ ഒരു കൈ കൊണ്ട് പേഷ്യന്റിനെ പിടിച്ചു ഒരു കൈ കൊണ്ട് ഡോർ തുറന്ന് പോകാൻ ബുദ്ധിമുട്ടല്ലേ? സെൻസർ ഡോറുകൾ പോലെ, അല്ലെ? സെൻസ് ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ പിന്നെ തന്നെ നമ്മൾ ജസ്റ്റ് തന്നെ തുറന്ന് പോണ വാതിലില്ലേ, മുറിക്കുള്ളിലേക്ക് രീതിയിലുള്ള വാതിലുകൾ, സെൻസർ ഡോറുകൾ അല്ലാതെ അതായത് നമുക്ക് നേരെ പോയാൽ മതി, നമ്മളുടെ ടച്ച് ചെയ്ത ഡോർ തന്നെ തുറന്നു പോകുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ഡോറുകളാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. അപ്പൊ വെഹിക്കിൾസ് ഒക്കെ ഏതിൽ കൂടെ കൊണ്ടുപോകണം? സാധാരണ ഡോറിൽ കൂടെ കൊണ്ടുപോകാൻ പാടില്ല, ഏതിൽ കൂടെയാണ്? സിംഗിങ് ഡോറിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. Take vehicles through a singing door, never ramp through. റാമ്പിൽ കൂടെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, വേറെ മറ്റുള്ള ഡോറുകളിൽ കൂടെ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അതായത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊണ്ട് പേഷ്യന്റ് പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ഡോറൊക്കെ തുറക്കണം. അപ്പൊ എന്താ പറയാ, നമ്മുടെ കൺട്രോളൊക്കെ തെറ്റി നമ്മൾ വീഴാം, പേഷ്യന്റ് വീഴാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ വാഹനങ്ങളൊക്കെ നമ്മൾ ഈ സിംഗിങ് ഡോറിൽ കൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ ഡാഷ്. ഏത് ഡോറാണ്? ഏത് ഡോറിൽ കൂടെ പോകണമെന്നാ പറഞ്ഞേ? സിംഗിങ് ഡോർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് സിംഗിങ് ഡോർ. ഓക്കെ, അടുത്തത് നോക്കിയേ, എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എലിവേറ്റർ? ലിഫ്റ്റ് ആണ് കേട്ടോ. ലിഫ്റ്റിനെയാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. ലിഫ്റ്റ്. ഓക്കെ. ബിഫോർ എൻട്രിങ് ഓർ ലിവിംഗ് എ എലിവേറ്റർ വിത്ത് എ വീൽ ചെയർ ഓർ സ്ട്രക്ചർ, മേക്ക് ഷുവർ ദാറ്റ് ദ ഫ്ലോർ ഈസ് അറ്റ് ലെവൽ. ഓക്കെ, നമ്മളാണെങ്കിൽ പോകുമ്പോഴേ ലിഫ്റ്റിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വേഗം പേഷ്യന്റിനെ നമ്മുടെ കൂടി കൊണ്ടുപോകാം, അല്ലെ? സ്ട്രക്ചറിലോ വീൽ ചെയറിലൊക്കെ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാം. ഇപ്പൊ നമ്മളാണെങ്കിലും ആ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ആ കൂടെ നമ്മൾ പോകാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാ കൊണ്ട് കയറ്റുന്നതെന്ന് നോക്കിയേ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മള് ഈ എലിവേറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ സ്ട്രക്ചറോ വീൽ ചെയറോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ, ഓർ എൻറ്ററിങ് ഓർ ലിവിങ്, ഈ ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോഴോ അല്ലെങ്കിൽ ഇറക്കുമ്പോഴോ വീൽ ചെയറോ സ്ട്രക്ചറോ എന്ത് വേണം? ആദ്യം മേക്ക് ഷുവർ ദാറ്റ് ദ ഫ്ലോർ ഈസ് അറ്റ് ലെവൽ. ഫ്ലോർ ലെവൽ ആണെന്ന് ഉറപ്പുവരുത്തുന്നത്. എന്നാലല്ലേ പേഷ്യൻസിന് സ്മൂത്ത് ആയിട്ട് കയറ്റാൻ പറ്റുള്ളൂ. ആ ലിഫ്റ്റും ഫ്ലോറും ഒരേ ലെവലിൽ വരുമ്പോഴല്ലേ കയറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് ആദ്യം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. ചിലപ്പോ നമ്മൾ അത്രയും ശ്രദ്ധിക്കലാന്നുള്ളൂ. അതായത് രണ്ടും ഒറ്റ ഫ്ലോർ ലെവലിൽ വരണം. ഫ്ലോർ ലെവലിൽ ഉറപ്പാക്കിയതിന് ശേഷമാണ് അവര് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ ആ ലിഫ്റ്റിലേക്ക് കയറ്റുന്നത്. ഇനി നോക്കിയേ, ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാ വീൽ ചെയർ പേഷ്യൻസിനെ വീൽ ചെയറിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോ എങ്ങനെയാ? അതായത് അവരെ അറ്റൻഡർമാരെ അവരെ ഉന്തിക്കൊണ്ടുവരും. നമ്മുടെ ലിഫ്റ്റിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ അങ്ങനെ നിർത്തിയിട്ട് അവര് ബാക്കിൽ നിന്നിട്ട് ബാക്കിലാണ് കയറ്റുന്നത്. ശ്രദ്ധിച്ചോ? നേരെ ഉന്തി അതുപോലെ തന്നെ കയറ്റിയല്ല ചെയ്യുന്നത്. എങ്ങനെയാ? ഇത് തിരിച്ചു വെച്ചിട്ട് അവര് അതായത് ബാക്കിൽ പിടിച്ച് കൈപ്പിടി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാ അവരെ കയറ്റുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇങ്ങനെയല്ല അവർ കയറ്റണേന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. എവിടെ നിന്ന് കയറ്റണം? ബാക്കിൽ നിന്ന് വേണം കയറ്റാനായിട്ട്. അതുവരെ നേരെ ചിലപ്പോൾ ഉന്തിക്കൊണ്ടുവരും. ആ ലിഫ്റ്റിന്റെ അടുത്ത് എത്തുമ്പോ അവർ ആ വീൽ ചെയർ തിരിച്ചിട്ട് ബാക്കിലാണ് വലിച്ച് കയറ്റുന്നത്. ഓക്കെ, ദി വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. ഇനി അടുത്തത് നോക്കിയ പോയിന്റ് എന്താ? ട്രാൻസ്പോർട്ടിങ്. The transport patient feet first have an assistant guide at the front. ഇതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പേഷ്യൻസിനെ നമ്മൾ സ്ട്രക്ചറിൽ കയറ്റി പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എവിടെ ആയിരിക്കും അവര്? അത് ഏത് ഭാഗമായിരിക്കും ഫ്രണ്ടിൽ വരുന്നത്? ഏത് ഭാഗമായിരിക്കും? ഫീറ്റ് ആയിരിക്കണം ഫസ്റ്റ് വരുന്നത്. അതായത് ഹെഡിന്റെ പൊസിഷനിൽ നിന്നിട്ട് വേണം അവരെ കൊണ്ടുപോകാനായിട്ട്, അല്ലേ? അതായത് നമ്മൾ തലയൊന്നും ആദ്യം ആ വശം വരാൻ പാടില്ല. നമ്മളിപ്പോ നേരെ കിടക്കുകയാണെങ്കിൽ ഫ്രണ്ടില് നമ്മുടെ കാലായിരിക്കണം, അതിന്റെ മുന്നില് കാലുവശമായിരിക്കണം. ഈ ഹെഡ് പുറകിൽ ഇങ്ങനെ ആയിരിക്കണം, നേരെ കിടക്കുമ്പോ ഉള്ള രീതിയിൽ.
അല്ലാതെ നമ്മൾ ഒരിക്കലും തലയുടെ ഭാഗത്ത് നിന്ന് തലയുടെ ഭാഗത്ത് നിന്ന് വേണം ഊട്ടിക്കൊണ്ട് പോകാനായിട്ട്. ആ ഫീറ്റ് ആയിരിക്കണം ഫസ്റ്റ് പോകേണ്ടതെന്ന്. ഓക്കെ, എന്താ അങ്ങനെ പറയാൻ കാര്യം? ഹെഡാണ്, ഹെഡ് വെച്ചിട്ട് അസിസ്റ്റന്റ് ഗൈഡ് ഉണ്ടാവും ഫ്രണ്ടില്, മറ്റൊരു ആളെ ഒന്ന് മാറ്റാനും ഒക്കെ കൊണ്ടുപോകാൻ ഒരാൾ തന്നെ കൊണ്ടുപോകില്ല. എങ്കിലും നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് എന്താ പറയാ, ഫീറ്റ് ആയിരിക്കണം ഫസ്റ്റ് പോകേണ്ടത്. അതായത് നമ്മുടെ ഹെഡ് പൊസിഷനിൽ നിന്നായിരിക്കണം അങ്ങനെ കൊണ്ടുപോകേണ്ട സ്ട്രക്ചറിൽ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നീ പറയുന്നതൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ വെറുതെ പോയി ഇപ്പൊ ആരെങ്കിലും കാണാനോ അല്ലെ ഒപിയിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാ കൊണ്ടുപോകണേന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കണ്ടിട്ടുണ്ടെന്ന് കുറച്ച് പേര് ഇട്ടേണ്ടി. ഇപ്പൊ ആരും കാണാൻ വഴിയില്ല. ഒരു മിനിറ്റ് കിട്ടിയാലും എല്ലാരും ഫോണിലായിരിക്കും. അവിടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാ അവിടെ നടക്കണേന്നൊക്കെ ഒന്ന് സിസേറിയന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ. ഓക്കെ, ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഫീറ്റ് ആയിരിക്കണം ഫസ്റ്റ്. സേവ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മെസ്സേജിന്റെ ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. നമ്മൾ അങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഹെഡിന്റെ ഭാഗത്ത് നിന്നായിരിക്കും അവര് മുന്നിക്കൊണ്ട് പോകുന്നത്. ഫീറ്റ് ആയിരിക്കും ഫസ്റ്റ് വരേണ്ടത്. അടുത്ത് നോക്കിയ പാർക്കിംഗ്. ഇനി വെഹിക്കിൾസ് ഒക്കെ ഈ സ്ട്രക്ചറോ അതുപോലെ വീൽ ചെയർ ഒക്കെ പാർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയേ. Park the wheelchair or stretcher out of the way of traffic at one side of the corridor. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നേരെ പോണ വഴിക്ക് കൊണ്ടുവന്ന വഴി ഇടുവോ സ്ട്രെച്ചറോ വീൽ ചെയർ ഒക്കെ? അതായത് ആ വഴിക്ക് ഔട്ട് ഓഫ് ദ വേ, ആ ഒരു വഴിക്ക് പുറത്തായിരിക്കണം. അറ്റ് വൺ സൈഡ് ഓഫ് ദ കോറിഡോർസ്. കോറിഡോർസ് എന്ന് പറഞ്ഞാൽ എന്താ, വരാന്ത അല്ലെ, അതിന്റെ ഒരു സൈഡ്. പിന്നെ മിക്കവാറും നമ്മൾ സ്റ്റെയർ റൂമിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇച്ചിരി ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് അല്ലെ, വരാന്തയുടെ ഒക്കെ ഒരു സൈഡ് ഒരു കോർണറിലൊക്കെ ആക്കിയിട്ട് ആർക്കും വേറെ ശല്യമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും അവർ ഒതുക്കി വെക്കുന്നത്. വീൽ ചെയറോ സ്ട്രക്ചറോ ആ വഴിയുടെ പുറത്ത് വേണം പാർക്ക് ചെയ്യാൻ. Park the wheelchair or stretcher out of the way of traffic at one side of the corridors. കോറിഡോർസിന്റെ ഒരു സൈഡിലായിട്ട് ഒതുക്കി വേണം അത് പാർക്ക് ചെയ്യാൻ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ വരുന്നത്. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും നമ്മള് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ സ്ട്രക്ചർ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇത് സിമ്പിൾ ആണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. നമുക്കത് ഇതിനകത്ത് വന്നതാണോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ, വീൽ ബ്രേക്കുകൾ ഇടണം. വീൽ ചെയറിൽ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ വീൽ ചെയറിലേക്ക് ഇരിക്കുമ്പോഴോ അതിനെ എരിപ്പിക്കുമ്പോഴോ ഒക്കെ വീൽ ബ്രേക്കുകൾ ഉപയോഗിക്കണം. പിന്നെ രണ്ടാമത്തെ സ്ട്രക്ചറിൽ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ എന്ത് ധരിക്കണം? അവര് സേഫ്റ്റി ബെൽറ്റ്, പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി ബെൽറ്റുകൾ ധരിക്കണം. പിന്നെ അടുത്തത് കാർട്ട്, വീൽ ചെയർ, സ്ട്രക്ചർ ഇതൊക്കെ സ്ലോ ആയിട്ട് നമ്മുടെ മുന്നിലുള്ള വഴി നോക്കി ക്ലിയർ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. പിന്നെ അടുത്ത റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം. സ്ട്രക്ചറോ വീൽ ചെയറോ ആ റാമ്പിൽ കൂടെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ലോവർ സൈഡിൽ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. പിന്നെ വാഹനങ്ങൾ വെഹിക്കിൾസ് കൊണ്ടുപോകുന്ന എപ്പോഴും ഏതാണ്, സിംഗിങ് ഡോറിൽ കൂടെ തന്നെ ആയിരിക്കണം. ഓട്ടോമാറ്റിക് ഡോറുകൾ തന്നെ തുറക്കുന്ന രീതിയിലുള്ള ഡോറുകളിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. എലിവേറ്റർ, അടുത്ത ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞത്. ലിഫ്റ്റിലേക്ക് നമ്മൾ സ്ട്രക്ചറോ അല്ലെങ്കിൽ വീൽ ചെയറോ ഒക്കെ കയറ്റുമ്പോൾ അത് ആദ്യം ഫ്ലോർ ലെവൽ ആണെന്ന് ഉറപ്പാക്കണം. പിന്നെ അത് നമ്മൾ വീൽ ചെയർ ഒക്കെ കയറ്റുമ്പോഴോ ബാക്കിൽ വേണം വലിച്ച് കയറ്റാനായിട്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവർക്കുടെ ഫീറ്റ് മുൻപിൽ വരുന്ന രീതിയിൽ സ്ട്രക്ചറിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അവരുടെ കാലുകളായിരിക്കണം മുന്നിൽ കൊണ്ടുപോകേണ്ടത്. അടുത്ത പാർക്ക് ചെയ്യുന്നത് വീൽ ചെയറോ സ്ട്രക്ചറോ ആ വഴിയുടെ പുറത്തായിട്ട് കോറിഡോർസിന്റെ ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇന്നൊന്ന് ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് അല്ലെ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, സേഫ്റ്റി ഏകണസ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. ഇനി നമ്മളെ ട്രിപ്പ് ആവാതെ തെന്നാതെ വീഴാതെയൊക്കെ എന്തൊക്കെ സേഫ്റ്റി ആണ്, അതിനെതിരായിട്ട് എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്. വീഴാത്തവരുണ്ടാവില്ല അല്ലെ? നമ്മള് എപ്പോഴെങ്കിലും ഒക്കെ വീണിട്ടുണ്ടാവും, ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ലേ അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയൊക്കെ ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വെള്ളത്തില് ഇതോ അല്ലെങ്കിൽ ഇതിലൊക്കെ ചവിട്ടിയൊക്കെ വേണമെങ്കിൽ വീഴാം അല്ലെ? അപ്പൊ എങ്ങനെ വീഴാതിരിക്കാനായിട്ട്, ട്രിപ്പ് ആവാതെ ഫോൾ ആവാതിരിക്കാൻ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണ് എടുക്കേണ്ടത്? നോക്കിയേ, സേഫ്റ്റി എഗൈൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്.
Gather up the little things on the floor like a banana peeling, flower petal, pencils, broken glasses, etc. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളെ ഈ ഫ്ലോറില് ചിലര് പഴം തിന്നിട്ട് ബനാന പീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പഴത്തിന്റെ തൊലി അല്ലെ? അത് നമ്മൾ സൂക്ഷിച്ചു കളയണം. അത് ചിലപ്പോ വേണമെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴാം. അതുപോലെ ഫ്ലവർ പെറ്റൽ, ഫ്ലവർ പൂവിന്റെ ഇതളുകളൊക്കെ ഇല്ലേ, പെറ്റൽസ്. പിന്നെ അതുപോലെ പെൻസില്, ചില പെൻസിലൊക്കെ ഉരുണ്ട് കിടക്കണതല്ലേ, അത് ചിലപ്പോ പിള്ളേരൊക്കെ ഉള്ള വീട്ടില് പെൻസിലൊക്കെ എഴുതിയിട്ട് വലിച്ച് ഇടുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കയറി ചവിട്ടി കഴിഞ്ഞാൽ ഉരുളുള്ളത് കൊണ്ട് നമ്മൾ ചവിട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രോക്കൺ ഗ്ലാസസ്, പൊട്ടിപ്പോയിട്ടുള്ള ഗ്ലാസ്സുകള്, ഇതെല്ലാനും നമ്മള് എന്താണ് അതിലൊക്കെ നമ്മള് ചവിട്ടി നമുക്ക് അപകടം പറ്റാൻ വീഴാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് എന്ത് ചെയ്യണം? അത് ഇങ്ങനെ ഫ്ലോറിൽ നിന്ന് ഇതൊക്കെ പറക്കി എടുക്കണം. അത് എന്താ പറയാ, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുക. ഗ്യാദർ അപ്പ് ദ ലിറ്റിൽ തിങ്സ് ഓൺ ഫ്ലോർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലോറിൽ നിന്ന് മാറ്റുക ഒന്നാമത്തെ. രണ്ടാമത്തെ നോക്കിയേ, ക്ലീൻ ലിക്വിഡ് സ്പിൽ ഇൻസ്റ്റന്റ്ലി. ഇനി എന്തെങ്കിലും ലിക്വിഡ്സ് ഒക്കെ, ഓയില് എന്തെങ്കിലുമൊക്കെ തറയിൽ വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റ്ലി ബ്ലോക്ക് ഓഫ് ആൻ ഏരിയ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. ആ ഒരു ഭാഗം നമ്മൾ ബ്ലോക്ക് ചെയ്യണം. എന്തുവരെ? അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻ. ക്ലീൻ ചെയ്യുന്നത് വരെയും ആ ഭാഗം ബ്ലോക്ക് ചെയ്യണം. അത് ഒറ്റ സെന്റൻസ് തന്നെ കേട്ടോ. നീ രണ്ടാക്കി പറഞ്ഞാലും കുഴപ്പമില്ല, നീ അവിടെ ഒരു പോയിന്റ് ഇട്ട ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും മതി. ക്ലീൻ ലിക്വിഡ് സ്പിൽ ഇൻസ്റ്റന്റ്ലി. തറയില് എന്തെങ്കിലും ലിക്വിഡ്സ് ഒക്കെ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യണം അല്ലേ? എന്നിട്ട് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ബ്ലോക്ക് ഓഫ് ചെയ്യണത്. അതായത് എന്തെങ്കിലും ഓയിലൊക്കെ വീണിടുന്നെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഭാഗം ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാൻ പറ്റൂല അല്ലെ, അവർ ചവിട്ടിയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഉടനെ തന്നെ ആ ഭാഗം വൃത്തിയാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാൽ, കീപ് ഡ്രോയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഡോർസ് ക്ലോസ്ഡ്, എസ്പെഷ്യലി ഡോർസ് ഓഫ് ദ വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. ഉണ്ടോ? ഡ്രോയറുകള്, ക്യാബിനറ്റ് ഡോറൊക്കെ എപ്പോഴും അടച്ചിടണമെന്ന്. നമ്മൾ പെട്ടെന്ന് ചിലപ്പോ തിരക്ക് പിടിച്ചൊക്കെ എന്തെങ്കിലും ക്യാബിനറ്റ് ഇതൊക്കെ അല്ലെങ്കിൽ ഡ്രോയറൊക്കെ തുറന്നിട്ട് ചിലപ്പോ അടയ്ക്കാൻ മറന്നു. അപ്പൊ നമ്മൾ തന്നെ അതിനകത്ത് നമുക്ക് തന്നെ തട്ടും അല്ലേ? നമ്മൾ അറിയാതെ അത് തുറന്നിട്ടേക്കാണ് ചെന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. ശരിയാണ്. എസ്പെഷ്യലി, പ്രത്യേകിച്ച് പറയാണ്, ഡോർ ഓഫ് ദ വാൾ ഓവർഹെഡ് മൗണ്ടഡ് ഒബ്ജക്ട്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതില്ലേ, ചിലപ്പോ നമ്മൾ ഈ മുകളിലുള്ള ക്യാബിനറ്റ് അല്ലെങ്കിൽ ഡ്രോയറുകളൊക്കെ തുറന്നിട്ട് നമ്മൾ അറിയാതെ വേഗമൊക്കെ പോകുമ്പോൾ നമ്മുടെ തലയൊക്കെ ചിലപ്പോ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ ചെന്നിടിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. അത് ക്ലോസ് ചെയ്ത് തന്നെ വെക്കണം. Keep drawers and cabinets door closed. Then അടുത്ത നോക്കിയേ, beware of electric cords. ഇനി അടുത്തൊരു കാര്യമാണ്, ഇത് നമ്മൾ തട്ടി വീഴാതെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കോഡ്സ്. ഇലക്ട്രിക് വയറുകളില്ലേ, അതിനകത്ത് നമ്മൾ എന്താ പറയാ, അത് beware സൂക്ഷിക്കുക, അത് സൂക്ഷിക്കണം. ഇലക്ട്രിക് വയറുകളൊക്കെ സൂക്ഷിക്കണം. യു മേ ഈസിലി ട്രിപ്പ്. നമ്മളത് ഈസി ആയിട്ട് ട്രിപ്പ് ആവാൻ തെന്നാനുള്ള ചാൻസ് ഉണ്ട്. ആ വയറിന് തട്ടി ചിലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട്. പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ. അതൊക്കെ നമ്മൾ വഴിക്ക് പുറത്ത് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിന്റെ പുറത്ത് സൂക്ഷിക്കണം അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാരൊക്കെ വന്ന് വയറിങ് പണി കാര്യങ്ങളൊക്കെ നടക്കാണ്, വയറൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാല് നമ്മൾ അറിയാതെയൊക്കെ അതിനകത്ത് ആ കോഡ് വയറിലൊക്കെ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെ നമ്മള് നമുക്ക് പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ഇലക്ട്രിക് വയറുകളിലൊക്കെ തട്ടിയിട്ട് അത് പുറത്ത് തന്നെ വെക്കണം. നെക്സ്റ്റ് നോക്കിയേ, do not use fingers to collect broken glasses. Use a brush or pan instead. ഇനി നമ്മൾ എന്തെങ്കിലും ഗ്ലാസ്സുകളൊക്കെ തറയിൽ വീണൊക്കെ പൊട്ടി പോവുകയാണെങ്കിൽ നമ്മളത് കൈ കൊണ്ട് പറക്കിയെടുക്കരുത്. കൈ കൊണ്ട് പറക്കിയെടുക്കരുത്. എന്താ പറ്റാ? നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ടല്ലേ? ആ കുപ്പി കഷ്ണമൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടിട്ട് ചിലപ്പോ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ടൊക്കെ ഡയറക്റ്റ് പറക്കിയെടുക്കരുത്. എന്തുപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ? യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. ബ്രഷോ അല്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും പാനോ എന്ത് ചെയ്യണം? എടുക്കണം. അതുകൊണ്ട് വേണം അത് കളക്ട് ചെയ്യാനായിട്ട്. അല്ല നമ്മുടെ നേരെ മുറിഞ്ഞ ആ ഗ്ലാസ്സുകൾ പൊട്ടിപ്പോകുമ്പോഴൊക്കെ അതൊക്കെ കറക്കാൻ നമ്മുടെ കൈ കൊണ്ട് ഡയറക്റ്റ് എടുക്കരുത് എന്നാ പറയുന്നത്. അടുത്ത് നോക്കിയേ, ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം ഒരു സ്റ്റെയർ മാത്രം കയറുന്നതാണ്. കയറാറില്ലേ? 2-3 സ്റ്റെപ്പൊക്കെ കയറാറില്ലേ? നമ്മള് സമയമില്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഇതൊക്കെ കയറാറില്ലേ?
കുറെ സ്റ്റെപ്പ് കയറണമെങ്കിലൊക്കെ അല്ലേ? ചിലപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ലിഫ്റ്റ് ചിലപ്പോ വർക്കിംഗ് അല്ല, സ്റ്റെപ്പ് കയറേണ്ടി വരും. സ്റ്റെയർ 2 വീതം ചാടി കയറും. കയറാമോ? ഇല്ല. ഉണ്ട്. ചിലരൊക്കെ ഉണ്ട്. ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ. അതാ പറയുന്നത് ചിലപ്പോ സമയമില്ല, വേഗം നമുക്ക് കയറാനൊക്കെ ചിലപ്പോൾ 2 ചാടി കയറും. പക്ഷെ അങ്ങനെ കയറാൻ പാടില്ല എന്ന് നമ്മള് അതെന്താ പറ്റിയാൽ നമുക്ക് തന്നെ അപകടം പറ്റാം, അല്ലെ? വീഴാൻ ചാൻസ് ഉണ്ട്. ടേക്ക് 1 സ്റ്റെയർ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു സ്റ്റെയർ മാത്രം, ഒരു സ്റ്റെപ്പ് മാത്രം ചവിട്ടി കയറുക. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് while walking up or down the stair. ഇനി നമ്മൾ സ്റ്റെയർ കയറുമ്പോൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഹാൻഡ് റെയിൽസ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അവിടെ വേണമെങ്കിലും. Always use handrails while walking up or down the stairs. സ്റ്റെയർ കയറുമ്പോഴും സ്റ്റെയറിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. ഉപയോഗിക്കാറുണ്ടോ? ഹാൻഡ് റെയിലുകൾ ഉപയോഗിക്കാറുണ്ടോ? ഹാൻഡ് റെയിലൊക്കെ പിടിച്ചിട്ടാണ് കയറി പോകാറ്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. ചിലപ്പോ ചിലരൊക്കെ ഹാൻഡ് റെയിലൊന്നും പിടിക്കാതെ നേരെ ഓടിക്കയറാം. പക്ഷെ നമ്മൾ ഒരു മിനിറ്റ് ഇതായാലും നമ്മളെന്താ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളൊന്ന് നമുക്കൊരു സപ്പോർട്ട്, അല്ലെ? അതൊക്കെ പിടിച്ച് ഹാൻഡ് റെയിൽ പിടിച്ച് തന്നെ കയറുക. ആ ഹാൻഡ് റെയിൽസ് എന്നുള്ളതിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. നെക്സ്റ്റ് നോക്കിയേ, പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കളില്ലേ, അത് കറക്റ്റ് ആയിട്ട് വെക്കണം എന്ന്. പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കള് നമ്മൾ സുരക്ഷിതമായി വെക്കണം. ഒബ്ജക്ട്സ് which are kept carelessly may drop and hurt people. ഇത് നമ്മൾ കെയർലെസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, അല്ലെ, അല്ല വീഴാൻ ഭാഗത്തിനൊക്കെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ, ചിലപ്പോ ശ്രദ്ധയില്ലാതെ വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മേ ഡ്രോപ്പ്, താഴെ വീഴാനും അത് ഹേർട്ട് പീപ്പിൾ, ആളുകൾക്ക് മുറിവ് പറ്റാനും ചാൻസ് ഉണ്ട്. ഷെൽഫ് മുകളിലൊക്കെ ഉള്ളതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കും കൂടി അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞേക്കണേ. ഇതെല്ലാം ഏതാണ്? നമ്മൾ ട്രിപ്പ് ആവാതെ, നമ്മൾ വീഴാതെ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് എന്താ പറഞ്ഞ ബനാന പീലിംഗ്, ഫ്ലവർ പെറ്റൽസ്, പെൻസിൽ, ബ്രോക്കൺ ഗ്ലാസ്, ഇതൊക്കെ തറയിൽ ഇടരുത്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ലിക്വിഡ്സ് തറയിൽ വീഴുവാണെങ്കിൽ നമ്മൾ ആ ഏരിയ ആദ്യം ബ്ലോക്ക് ചെയ്യണം. അതായത് വേറെ ആരും അങ്ങോട്ട് പോകാതെ ബ്ലോക്ക് ചെയ്യുക. ഉടനെ തന്നെ അത് എന്ത് ചെയ്യണം? മാറ്റുക, ക്ലീൻ ചെയ്യുക. പിന്നെ ഡോറുകള്, ക്യാബിനറ്റ് ഡോറൊക്കെ എപ്പോഴും അടച്ചു തന്നെ ഇടുക. പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഡ്രോയറുകളൊക്കെ ആണെങ്കിലും നമ്മൾ തുറന്നിടാൻ പാടില്ല. പിന്നെ അടുത്തതില് ഇലക്ട്രിക് കോഡ്സ്, ഇലക്ട്രിക് വയറുകളിൽ തട്ടി പെട്ടെന്ന് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അത് വഴിയുടെ പുറത്ത് തന്നെ വെക്കണം. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ആ വയറൊന്നും കൊണ്ടുവന്ന് ഇടാൻ പാടില്ല. പിന്നെ അടുത്തത്, ഇനി ഗ്ലാസുകളൊക്കെ പൊട്ടി പോകുകയാണെങ്കിൽ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ഉപയോഗിക്കണം? ബ്രഷോ അല്ലെങ്കിൽ പാനോ അവിടെ ഉപയോഗിക്കണം. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്, അതിന് പകരമായിട്ട് ബ്രഷോ അല്ലെങ്കിൽ പാനോ ഉപയോഗിച്ചിട്ട് അത് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു സ്റ്റെപ്പ് മാത്രം ചവിട്ടി കയറുക. പിന്നെ എന്ത് ഉപയോഗിക്കണം? നമ്മൾ സ്റ്റെയറിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാൻഡ് റെയിലുകൾ ഉപയോഗിക്കുക. അടുത്ത് നോക്കിയേ, പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വെക്കണം. നമ്മളത് ശ്രദ്ധയില്ലാതെ വെക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ താഴെ വീണ് അത് പൊട്ടി നമുക്ക് ആളുകൾക്കൊക്കെ മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ എല്ലാവർക്കും? സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ അത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴോ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടാവും? ഷോക്കൊക്കെ അടിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ട്. കുറെ പേരുണ്ട്. പിന്നെ ഇന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടി എനിക്കും അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് ചില സമയത്ത് നമ്മളെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടും അയൺ ബോക്സിൽ നിന്ന്, അല്ലെ, തേക്കുമ്പോഴൊക്കെ അയൺ ബോക്സിൽ നിന്ന് ഷോക്ക് അടിച്ചു. അപ്പോൾ നോക്കാട്ടോ. അപ്പൊ ഇലക്ട്രിക് സാധനങ്ങളോട് കളിക്കണത്, അല്ലെ, വൈദ്യുതിയോട് കളിക്കണത് സൂക്ഷിച്ചു വേണം. നമുക്ക് പിന്നെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ചാർജറിൽ നിന്ന് ഫോൺ ചാർജറിൽ നിന്ന് ഷോക്ക് അടിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, വെറ്റ് ഹാൻഡ് മിക്സി യൂസ് ആകും. ഓക്കെ, നനഞ്ഞ കൈ കൊണ്ട് മിക്സി ഇതാക്കുമ്പോൾ ഷോക്ക് അടിച്ചിരുന്നൊക്കെ. ഓക്കെ, ഷോക്കൊക്കെ അടിച്ച അനുഭവമൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് ഇനി അത് അങ്ങനെ പറ്റാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യം നോക്കാം കേട്ടോ. പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്.
ഒന്നാമത്തെ കാര്യം എന്താ? പ്രിവെന്റ് വിറ്റ്നസ് അല്ലേ? ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടപ്പോൾ ഷോക്ക് അടിച്ചിട്ട് പല പല ഷോക്ക് അടിക്കുന്ന രീതികളായിട്ടായി പറഞ്ഞേക്കണേ. അപ്പൊ നോക്കി അവിടെ എന്താ? നമ്മള് ഈർപ്പം പാടില്ല. നമുക്കറിയാം അല്ലെ, ഈ വെള്ളം എന്ന് പറയുന്നത് വൈദ്യുതി പെട്ടെന്ന് കടത്തി വിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ കൈകൾ എപ്പോഴും എന്താ പറയാ, ഈ നല്ല ഉണങ്ങിയിരുന്നാൽ പ്രശ്നമില്ല. അതായത് പ്രശ്നമില്ല എന്നല്ല കേട്ടോ, അതായത് ആ ഈർപ്പം നമ്മൾ ഡ്രൈ ആയിരിക്കാം. ഓക്കെ, ഈർപ്പം നമ്മൾ തടയണം. നമ്മുടെ കയ്യിൽ ഈർപ്പം ഒന്നും പാടില്ല. അത് നോക്കി പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ച് ആണ്. അതുപോലെ സ്വിച്ചിന്റെ അടുത്തും നമ്മൾ ഈ നനവൊന്നും പാടില്ല എന്നാണ്. വയറിംഗ് അപ്ലയൻസസ്, വയറിംഗ് ഉപകരണങ്ങൾ, സ്വിച്ച് ഇതിന്റെ അടുത്ത് നമ്മൾ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. അത് തടയണം. ഒന്നാമത്തെ കാര്യം കേട്ടോ. നമുക്ക് ഷോക്ക് അടിക്കാതെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കൈയൊക്കെ ശരിക്കും തുടയ്ക്കാതെയൊക്കെ സ്വിച്ച് കിട്ടാൻ ചിലപ്പോൾ ഷോക്ക് വരാം. എന്നുവെച്ചാൽ അവിടെ ആ ഒരു ഈർപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നോക്കി, കോഡുകൾ, വയറുകൾ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, ഹീറ്റ്, ഓയിലാണ് കേട്ടോ. അത് ഓയിൽ ആൻഡ് അബ്യൂസ് എന്ന് പറയുന്നത് ദുരുപയോഗം will damage electric installation. അല്ലെ, ഇലക്ട്രിക് വയറുകള് ചൂട് കൂടുതലായാലൊക്കെ അല്ലെ, ചൂടൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ഇൻസുലേഷൻ പോകാം. അതിന്റെ ഉള്ളിൽ ആ കമ്പി അല്ലേ, അതിൽ നിന്നല്ല ശരിക്കും നമ്മൾ ഷോക്ക് അടിക്കണത്. അതായത് ആ വയറിന്റെ ഉള്ളിലുള്ള ചെമ്പ്, ആ കമ്പി, അത് ഡയറക്റ്റ് ആയി കഴിഞ്ഞാല്, നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഷോക്ക് അടിക്കും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് കോഡുകളും വയറുകളും എന്ന് പറയുന്നത് അല്ലെ. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആ വയറിൽ പുറമെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നോക്കണം ലൈറ്റ്. അപ്പൊ പിന്നെ ആ വയറുകളെ നമ്മൾ ഇങ്ങനെയുള്ള വയറുകളൊക്കെ ചൂടൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് വരികയാണെങ്കിൽ ഡാമേജ് വരാതെ നമ്മൾ ആ വയറുകളെ പ്രൊട്ടക്ട് ചെയ്യണം. ചിലപ്പോ ഇപ്പൊ കുറെ നാള് പഴക്കം ഉണ്ടെങ്കിലും ഒക്കെ ആ ഇൻസുലേഷൻ പോകാം അല്ലെ. അതുപോലെ ചിലപ്പോ ചൂട് കൂടുതൽ അടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇൻസുലേഷൻ പോകാം. ഇൻസുലേഷൻ പോയ വയറിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ അതുകൊണ്ട് കോഡുകളെ നമ്മള് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് വരാതെ വയറുകളെ സംരക്ഷിക്കണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻസ്പെക്ട് കോഡ്സ്, പ്ലഗ്, സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ് റെഗുലർലി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഡാമേജ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണത്. കോഡുകള്, വയറ് എന്തെങ്കിലും ഇതുണ്ടോ, വയറ് ഇൻസുലേഷൻ പോയിട്ടുണ്ടോ, അതൊക്കെ നോക്കുക. പ്ലഗുകൾ നോക്കുക, സ്വിച്ചുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കുക, എല്ലാം ലൂസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ പൊട്ടിയിട്ടുണ്ടോ. പിന്നെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വൈദ്യുതി വരുന്ന 3 പിന്നിന്റെ ഒക്കെ ഇതില്ലേ, അതൊക്കെ നമ്മൾ എന്താ പറയാ റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് അവിടെ ഡാമേജ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ. സ്വിച്ച് ഒക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടോ ഇളകിയിരിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പോഴൊക്കെ നമുക്ക് ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പതിവായിട്ട് നമ്മൾ ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പതിവായിട്ട് നോക്കി ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്ത് നോക്കിയേ, റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി. ഇലക്ട്രിക് ഫോൾട്ട് തകരാറ്, ഇലക്ട്രിക് തകരാറുകൾ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങളിൽ വല്ല ഷോക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോൾട്ട് വരികയാണെങ്കിൽ ഉടനടി നമ്മളത് വേണ്ടപ്പെട്ടവരെ നമ്മൾ അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, അറിയിക്കണം അല്ലെ. അതിന് ഒരു ഫോൾട്ട് ഉണ്ട്, അതൊക്കെ കേടാണ് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എ സ്മോൾ ഷോക്ക്. ഇനി എങ്ങനെ ഫോൾട്ട് അറിയണേ നമ്മള്? ഇലക്ട്രിക് ഫോൾട്ട്, ഇലക്ട്രിക് തകരാറ് എങ്ങനെ അറിയണത്? സ്മോൾ ഷോക്ക്, ചിലപ്പോ നമുക്ക് ചെറിയ ഷോക്ക് അടിക്കാം അല്ലെ. ഓവർ ഹീറ്റിംഗ്, ചൂട്. ചില സ്വിച്ച് ഒക്കെ നിങ്ങൾ ഇടുമ്പോ ഭയങ്കര ചുട്ടുപഴുത്തിരിക്കണം അല്ലെ, ഭയങ്കര ചൂടാവും പെട്ടെന്ന്. അത് നമ്മൾ ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്ന ഒരു ഇത് ഓവർ ഹീറ്റിംഗ്. പിന്നെ അടുത്താണ് സ്പാർക്ക് വരൂലേ ചിലപ്പോ അല്ലെ, കമ്പിത്തിരിയൊക്കെ വല്ലാതെ ഇങ്ങനെ തീയൊക്കെ സ്പാർക്ക് വരാം. അതൊക്കെ ഫോൾട്ടാണ്. ഉപകരണങ്ങളിൽ നിന്ന് ഒരു സ്പാർക്ക് ഒക്കെ വരുന്നത് ഫോൾട്ട് കാണിക്കുന്ന. ഓർ നോയിസ്, ചിലപ്പോ ചില പൊട്ടലും ചീറ്റലും ശബ്ദങ്ങളും കേൾക്കാം അല്ലെ. ഇതെല്ലാം നമുക്ക് ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അർജന്റ് വാർണിംഗ് ആണ്. ഈ മെഷീന് ഇത് കേടാണ് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരികയാണത്. ചെറിയ ഷോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവർ ഹീറ്റിംഗ് ആവുന്നത്, സ്പാർക്കിങ്, ചിലപ്പോ ചില ശബ്ദങ്ങളൊക്കെ വരുന്നത് ഫോൾട്ട് കാണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഉടനടി തന്നെ ഇലക്ട്രിക് ഫോൾട്ട് റിപ്പോർട്ട് ചെയ്യണം.
അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്തൊക്കെയാണെന്ന് ഷോക്ക്, then overheating, sparking, noise, ഇതെല്ലാം ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്നതാണ്. Then next point നോക്കിയേ, do not use an electric outlet when the plugs do not fit accurately. Get the outlet changed. ഉണ്ടോ? എന്ത് ഉപയോഗിക്കാൻ പാടില്ല? Do not use an electric outlet when the plugs are not fit accurately. ആ പ്ലഗില് കറക്റ്റ് അത് ആക്യുറേറ്റ് അല്ല, നമ്മൾ കുത്തുന്ന അല്ലെ, ഇപ്പൊ ആ പ്ലഗിലേക്ക് കറക്റ്റ് അത് ഫിറ്റ് അല്ല, ഔട്ട്ലെറ്റ് ഫിറ്റ് അല്ല. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറമേക്ക് വൈദ്യുതി വരുന്നതാണ് ഔട്ട്ലെറ്റ്. ഇപ്പൊ നമ്മള് എന്താ അയൺ ബോക്സ് അത് നമ്മൾ കുത്തൂലേ, ഈ പ്ലഗിലേക്ക് നമ്മൾ അത് കുത്തൂലേ അല്ലെ, അത് നമ്മൾ കറക്റ്റ് അതിന് സ്യൂട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് അല്ല, ചിലപ്പോൾ ലൂസ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കെയറിലായിരിക്കും, അത് കറക്റ്റ് ആ പ്ലഗിൽ അത് ഇത് എന്താ പറയാ ഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ആ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം, ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. When the plug do not fit accurately, get the outlet changed. ആ പ്ലഗ് അത് കറക്റ്റ് അത് നമ്മൾ കുത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫിറ്റ് അല്ലെങ്കിൽ, അത് ചിലപ്പോൾ ലൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറ്റിയ, നമുക്ക് അത് മാറ്റണം, ഔട്ട്ലെറ്റ് അത് മാറ്റണം, അത് ചേഞ്ച് ചെയ്യണം. Then when the connecting and disconnecting equipment turn the on or off switches to off position. On കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ നോക്കി ഒരു സ്ലാഷ് ഇട്ടോ കേട്ടോ അവിടെ, ഓൺ ഓഫ് സ്വിച്ചസ്, turn the on off switches to off position. ആരെങ്കിലും ചെയ്യാറുണ്ടോ? മറന്നു പോയില്ലേ? when connecting and disconnecting equipment, ഒരു എക്യുപ്മെന്റ് നമ്മൾ കണക്ട് ചെയ്യോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓൺ ഓഫ് സ്വിച്ച് ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. പ്ലഗ് ഓഫ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പ്ലഗ് ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അത് ഔട്ട്ലെറ്റ് ഇത് ഊരിയെടുക്കാൻ പാടുള്ളൂ അല്ലെ, പ്ലഗിൽ നിന്ന് അത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ മിക്സി അടിക്കാൻ പോവാണ്, അത് പ്ലഗ് കൊണ്ടുവന്ന് കുത്തുമ്പോ നോക്കണം സ്വിച്ച് ഓഫ് ആണോ, എന്നിട്ട് വേണം കുത്താൻ, എന്നിട്ട് വേണം നമ്മളത് ഓൺ ആക്കാനായിട്ട്. ഫോണില് ചാർജർ ചെയ്യാനായിട്ട് നമ്മൾ അത് കുത്തുമ്പോൾ എന്താ അത് സ്വിച്ച് ഓഫ് ആണോ എന്ന് നോക്കണം, എന്നിട്ട് വേണം അത് കുത്താനായിട്ട്. അതിനുശേഷം അത് ഓഫ് പൊസിഷനിലായിട്ട് മാത്രം, അതുപോലെ തന്നെ എടുക്കുമ്പോഴും അതെ ഉണ്ടോ, അതെ കണക്ട് ചെയ്യോ ഡിസ്കണക്ട് ചെയ്യോ, അതിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ ഓൺ ഓഫ് സ്വിച്ചസ് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ, ഓഫ് പൊസിഷനിലായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ചിലപ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ ഫോൺ കുത്തിയിട്ടേക്കായിരിക്കും, ഫോൺ വരുമ്പോ സ്വിച്ച് ഒന്നും നോക്കൂല, ഓൺ ആയിട്ട് തന്നെ കിടക്കണ്ടാവും, വേഗം അത് ചാർജർ ഫോൺ അങ്ങോട്ട് വേഗം ഊരി എടുത്തോണ്ട് പോകും. അത് ചിലപ്പോ നമ്മൾ അതിൽ വന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഷോക്ക് അടിക്കും അല്ലെ, ചിലപ്പോ ശ്രദ്ധിക്കൂല, ചിലപ്പോ സ്വിച്ച് ഓഫ് ചെയ്യില്ലായിരിക്കും, ചിലപ്പോ സ്വിച്ച് ഓൺ ആയി കിടക്കുമ്പോഴൊക്കെ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ചെയ്യേണ്ട ഓൺ ഓഫ് സ്വിച്ചസ് ഏത് പൊസിഷനിലായിരിക്കണം? എപ്പോഴും ഓഫ് പൊസിഷനിലായിരിക്കണം. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. when connecting and disconnecting equipment, turn on off switches to off position. Then അടുത്ത നോക്കിയേ, make sure that the equipment is properly grounded. ഇനി അടുത്ത് എന്താ, എക്യുപ്മെന്റ്സ് പ്രോപ്പർ ഗ്രൗണ്ടിലാണ്, തറനിരപ്പിലാണ് എന്ന് ഉറപ്പുവരുത്തണം. 3-wire ground plugs are good protection. 3-wire ground പ്ലഗുകൾ ഏതാ, 2 pin ആണോ 3 pin ആണോ നല്ലത്? 3 pin തന്നെയാണോ? 3-wire ground plug തന്നെയാണ് പ്രൊട്ടക്ഷന് നല്ലത്. 3 pin ആണ് നല്ലത് എപ്പോഴും. 3-wire ground plugs are good protection. Keep wires. പിന്നെ ഒരു കാര്യമുണ്ട്, വയറുകള്, ലാമ്പുകള്, വിളക്കുകള് ഇതെല്ലാം ഫ്രീ ഫ്രം കോണ്ടാക്ട് വിത്ത് കർട്ടൻ, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽ, ഇതിൽ നിന്നൊക്കെ സമ്പർക്കം പുലർത്താത്ത രീതിയിൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇപ്പൊ നമ്മളെ കർട്ടന്റെ അടുത്തൊക്കെ ഇതുപോലെ വയറോ ലാമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ, ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എല്ലാവരും ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കല്ലേ, നേരെ വിളക്കുന്നത് തന്നെയല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പൊ മാല ബൾബൊക്കെ പോലെ നമ്മളൊക്കെ ഇടാറില്ലേ, കർട്ടനിൽ കൂടെ ഒക്കെ ഇട്ടോണ്ട് പോകൂലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ, അങ്ങനെയുള്ള ലാമ്പുകൾ, വയർ ലാംപ്സ്, ഇലക്ട്രിക് ഇതൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ എന്തെങ്കിലും ഷോർട്ട് പോലെ ഷോർട്ട് ആവുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആ കർട്ടൻ, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്തായിരിക്കണം? അതൊന്ന് ഫ്രീ ആക്കണം. ഓക്കെ, എന്നിവയുമായിട്ട് സമ്പർക്കം പുലർത്താത്ത രീതിയിൽ അത് ഫ്രീ ആക്കി വെക്കണം.
വയറുകളൊക്കെ നമ്മള് അതുമായിട്ട് അധികം കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ എന്നുവെച്ചാൽ വേറൊന്നല്ല സ്പാർക്ക് വല്ലതൊക്കെ വന്നിട്ടേ അവിടെ വേണമെങ്കിൽ തീരെ പിടിക്കാം, കത്തറിലേക്കൊക്കെ വേണമെങ്കിൽ തീരെ പിടിക്കാം. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ലാസ്റ്റ് പോയിന്റ് ഇതൊക്കെ ഡു നോട്ട് യൂസ് എനി പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് till the engineering department check it for safety. Do not use any portable എന്ന് പറഞ്ഞാൽ എന്താ, കയ്യിൽ കൊണ്ട് നടക്കാവുന്ന അല്ലെ, അങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങള് മിക്കതും നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോഴേ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അതെന്ത് ചെയ്യണം? till the engineering department check it for safety. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് അത് കൈ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ഓക്കെ കുഴപ്പമില്ല സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താതെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, ഇത് പോർട്ടബിൾ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് കയ്യിൽ കൊണ്ട് നടക്കാൻ പാടില്ല. Do not use, ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? Do not use any portable electrical equipment. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അങ്ങനെയുള്ള ഇലക്ട്രിക് സാധനങ്ങൾ, കൈകൊണ്ട് നടക്കാവുന്ന ഇലക്ട്രിക് സാധനങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെ കൊണ്ടുനടക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇലക്ട്രിക് ഗുഡ്സിന്റെ? ഓക്കെ, ഈർപ്പൊന്നും പാടില്ല. ഇലക്ട്രിക് ഇൻസുലേഷനെ പ്രൊട്ടക്ട് ചെയ്യണം. കോഡ്, പ്ലഗ്, സ്വിച്ചസ് ഇതൊക്കെ പതിവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇലക്ട്രിക് ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തത് ഇലക്ട്രിക് ഔട്ട്ലെറ്റ് നമ്മളത് മാറ്റണം. കറക്റ്റ് ആയിട്ട് പ്ലഗ് ആക്യുറേറ്റ് ആയിട്ട് ഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് മാറ്റണം. പിന്നെ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യോ ഡിസ്കണക്ട് ചെയ്യോ ചെയ്യുമ്പോൾ ഓൺ ഓഫ് സ്വിച്ചസ് എപ്പോഴും ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. പിന്നെ എന്താ, നമ്മുടെ ഏറ്റവും നല്ലത് 3 വയർ ഗ്രൗണ്ട് പ്ലഗ് തന്നെയാണ്. പിന്നെ എക്യുപ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ട് ലെവലിലാണെന്ന് ഉറപ്പുവരുത്തണം. എന്തിന്റെങ്കിലും മുകളിലൊക്കെ കയറ്റി വെക്കരുത്, ചിലപ്പോൾ താഴേക്ക് മറിഞ്ഞു വീണിട്ടൊക്കെ വല്ല അപകടമൊക്കെ പറ്റാം. പിന്നെ അതുപോലെ തന്നെ കർട്ടനിൽ നിന്ന് ഈ വയറുകൾ ഇതൊക്കെ ഫ്രീ ആക്കി വെക്കണം. പിന്നെ പോർട്ടബിൾ കൈകൊണ്ട് നടക്കാൻ പറ്റുന്ന ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ സേഫ്റ്റിയുടെ കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാ പോയിന്റ്സും നിങ്ങൾ അതിനകത്ത് കീഴിൽ വരുന്നത് ഏതെന്നും പിന്നെ കുഞ്ഞു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓൺ ഓഫ് സ്വിച്ചസ് ഏത് പൊസിഷനിലായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഷോക്ക് കാണിക്കുന്ന ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് ഫോൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് അതൊന്ന് വായിക്കുമ്പോൾ തന്നെ അതും കൂടി നോക്കി വെക്കും. ഇനി അടുത്തതാണ് സെക്യൂരിറ്റി, സുരക്ഷ എങ്ങനെയാണ്. ഈ ഹോസ്പിറ്റലിന് നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വരാം അല്ലെ. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, ഹോസ്പിറ്റലിന് എങ്ങനെയൊക്കെ നമുക്ക് നഷ്ടം സംഭവിക്കാം. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, ഹോസ്പിറ്റലിന് എങ്ങനെ നഷ്ടം സംഭവിക്കാം. ഫസ്റ്റ് നോക്കിയേ, എംഫസൽമെന്റ് പിൽഫറേജ്. എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിപ്പാണ്. തട്ടിപ്പ്, മോഷണം. തട്ടിപ്പ് വഴി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകാം അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന് നഷ്ടം വരാം. രണ്ടാമത്തെ നോക്കിയേ, കിക്ക് ബാക്സ് ആൻഡ് പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് എന്ന് വെച്ചാൽ എന്താ? കിക്ക് ബാക്സ് കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് ഒത്തുകളി വഴി അല്ലെ. കുറച്ച് പേര് ഗ്യാങ് കൂടിയാ നമുക്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് അത് കടത്തിക്കൊണ്ട് വരാം അല്ലെങ്കിൽ അത് എടുത്തോണ്ട് വരാം. ഹോസ്പിറ്റലിൽ നഷ്ടം വന്നില്ലേ അല്ലെ. ഒത്തുകളിച്ചിട്ട് എന്തെങ്കിലും കണക്ക് കാര്യങ്ങളൊക്കെ വലിയ മിസ്റ്റേക്ക് ഒക്കെ കാണിച്ച് ഒത്തുകളി കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ നഷ്ടം വരാം. അല്ലെങ്കിൽ കൈക്കൂലി, നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ കൈക്കൂലി കൊടുത്ത കാര്യം സാധിക്കാം, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നഷ്ടം വരാം. അടുത്തൊരു ഹോസ്പിറ്റലിൽ നഷ്ടം വരുന്ന കാര്യമാണ് കിക്ക് ബാക്സ് ആൻഡ് പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് എന്ന് വെച്ചാൽ കൈക്കൂലി, പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുകളി. ഒത്തുകളി വഴി പൊള്യൂഷൻ, ഒത്തുകളി വഴി എക്യുപ്മെന്റ്സ് മോഷ്ടിക്കാം. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ ആയിട്ട് ആരും കൂട്ടൊന്നും കൂടാതെ ഗ്രൂപ്പായിട്ടല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെ വ്യക്തിപരമായിട്ടുള്ള സ്വത്ത് മോഷണം. പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള ഫ്രോഡ്
അല്ലെ? പേറോൾ ഫ്രോഡ് എന്ന് പറഞ്ഞ ശമ്പള തട്ടിപ്പാണ്. തെഫ്റ്റ് മോഷണം, പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ്, ശമ്പള തട്ടിപ്പ് മോഷണം. എങ്ങനെ? ഏതുൾപ്പെടെ? ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്, ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള അത് ഇങ്ങനെയുള്ള ശമ്പള തട്ടിപ്പ് അല്ലെ? അതായത് ഇപ്പൊ പഞ്ചിങ് ആണ്, ആ പഞ്ചിങ് മെഷീനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് നമ്മളിപ്പോ നമുക്ക് 8 മണിക്ക് പഞ്ചിങ് ടൈം ആണെങ്കിൽ, അതായത് ഇത് ടൈം കഴിഞ്ഞാൽ നമ്മുടെ സാലറി എന്ത് കട്ട് ചെയ്യുന്നൊക്കെ ഉള്ള 1/2 മണിക്കൂർ വൈകി എത്ര രൂപ കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. 8 മണിക്ക് പഞ്ച് ചെയ്യേണ്ട ആളെ 8:30 കയറി, പക്ഷെ ടൈം ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അവിടെ 8 മണിന്ന് തന്നെ കാണിച്ചു. 1/2 മണിക്കൂർ അയാൾ ജോലി എടുത്തില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ നഷ്ടം വന്നില്ലേ? അല്ലെ? 1/2 മണിക്കൂറത്തെ സാലറി അയാൾക്ക് കൊടുക്കണ്ടേ? അല്ലേ? പഞ്ചിങ് ദ ടൈം ക്ലോക്ക്, ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള ഫ്രോഡുകള്, അങ്ങനെയുള്ള ശമ്പള തട്ടിപ്പ്, ശമ്പളം ഇത് തട്ടിപ്പ് കാണിക്കാം. ദെൻ അടുത്ത നോക്കിയേ, ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം, അത് ഹോസ്പിറ്റലിൽ നഷ്ടം വരുന്നതാണ്. ദാറ്റ് ഇൻവോൾവ്സ് ഏതൊക്കെ ഉൾപ്പെടെ? മെയിൻ ക്യാഷിയർ, ആ ഹോസ്പിറ്റലിലെ മെയിൻ ക്യാഷിയർ കുറച്ച് ക്യാഷ് മോഷ്ടിക്കാം, അതിലെ കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താം, തട്ടിപ്പ് കാണിക്കാം. സബ്സിഡറി ക്യാഷിയർ ഓർ ദെൻ കഫറ്റീരിയ ക്യാഷിയർ, താഴെയുള്ളത് മെയിൻ ക്യാഷിയർ, കീഴിലുള്ള സബ്സിഡറി ക്യാഷിയർ, കഫറ്റീരിയ കഫേയിലെ ക്യാഷിയർ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ക്യാഷ് മോഷണം പോകാം, പൈസ മോഷണം പോകാം. ഓക്കെ. fraudulent practices in purchasing, receiving and storing. ഇനി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അത് റിസീവ് ചെയ്യുമ്പോൾ, അത് സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ വഞ്ചനാപരമായിട്ടുള്ള രീതികൾ അവിടെ കാണിക്കാം. പർച്ചേസിങ്ങില് ഇത്ര ഐറ്റം ആണ് കൊടുത്തത്, നമ്മൾ വല്ലരും അതിന്റെ ക്യാഷ് ഇതൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എണ്ണമൊക്കെ മാറ്റി എഴുതി വേണമെങ്കിൽ കുറച്ച് നമുക്ക് അടിച്ചു മാറ്റാം അല്ലെ? അതുപോലെ റിസീവ് ചെയ്യുമ്പോഴും അതുപോലെ 2 ഒരു 500 പറഞ്ഞിട്ടുണ്ട്, അതിന് 1 അടിച്ചു മാറ്റാനും ഇതില്ല അല്ലെ? ആ കണക്ക് അവിടെ മാറ്റി എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വഞ്ചനാപരമായിട്ടുള്ള രീതികള് ഏതില്? പർച്ചേസിങ്ങില്, റിസീവിങ്ങില്, സ്റ്റോറിങ്, ഇതിലൊക്കെ ഉള്ള വഞ്ചനാപരമായിട്ടുള്ള രീതികള്, ഇതെല്ലാം ഹോസ്പിറ്റലിൽ നഷ്ടം വരുന്ന കാര്യമാണ്. ദെൻ അടുത്ത ലാസ്റ്റ് നോക്കിയേ, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്. രജിസ്റ്ററില്, ഹോസ്പിറ്റലിന്റെ രജിസ്റ്ററിൽ ഫ്രോഡ് കാണിക്കാം. ദെൻ റെക്കോർഡുകളിൽ ഫ്രോഡ് കാണിക്കാം, തട്ടിപ്പ് കാണിക്കാം. ബില്ലിങ്ങിൽ ഫ്രോഡ് കാണിക്കാം, കമ്പ്യൂട്ടർ ഫ്രോഡ്. ഇപ്പൊ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ. കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെയുള്ള ബില്ലിങ്, റെക്കോർഡിങ്, രജിസ്റ്ററിൽ ഇതെല്ലാം തട്ടിപ്പുകൾ കാണിക്കാം. ഇത് ഏത് രീതിയിൽ വന്നാലും എല്ലാവരും ഹോസ്പിറ്റലിന് നഷ്ടം വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? നോക്കി. ഓക്കെ ആണ് അല്ലെ? സിമ്പിൾ ആണ്. FSL എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. തട്ടിപ്പ്, മോഷണപ്പഴി. കിക്ക് ബാക്ക് എന്ന് വെച്ചാൽ കൈക്കൂലി. ഓക്കെയാണ്. കൈക്കൂലി, കൊളൂഷൻ, ഒത്തുകളി വഴി. പിന്നെ വ്യക്തിഗതമായിട്ടുള്ള സ്വത്ത് മോഷണം വഴി. പിന്നെ അടുത്തത് പേറോൾ ഫ്രോഡ് അല്ലെ? ശമ്പള തട്ടിപ്പ് കാണിക്കാം. ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം പോകാം, അതില് ഫ്രോഡ് കാണിക്കാം. ദെൻ ഫ്രോഡിങ് ലാസ്റ്റത്തെ രജിസ്റ്ററിൽ, റെക്കോർഡ്, ബില്ലിങ്ങില് ഒക്കെയുള്ള ഫ്രോഡ്. ഇതെന്ത് പരിപാടി ചെയ്താലും ഹോസ്പിറ്റലിന് നഷ്ടം വരുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി. ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള സുരക്ഷ. ഇത് ഏതൊക്കെയാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ വരുന്നത്? മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, അതായത് ഫിസിക്കൽ സെക്യൂരിറ്റി, ശാരീരികമായിട്ടുള്ള സുരക്ഷ. Then protect the hospital against intrusion from outside and illegal movement of goods from within. Intrusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക. intrusion അതിക്രമിച്ച് കടക്കുക. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഏതിനെതിരായിട്ട്? പുറമേ നിന്നുള്ള അതിക്രമിച്ച് കയറുന്നതിനും, ലീഗൽ മൂവ്മെന്റ്സ്, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെ, നിയമപരമല്ലാത്ത കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും
ഒക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് മെത്തേഡ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്സ് ഫ്രം വിത്തിൻ, അതായത് പുറത്തു നിന്നുള്ള ഹോസ്പിറ്റലിലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളിൽ നിന്നോ, അതായത് ഇൻസൈഡ് അകത്ത് നിന്നുള്ള ഒരു അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കം, ഇല്ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ്, അത് നമ്മൾ എന്താ പറയാ പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നിയമപരമല്ലാത്ത ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, ഉള്ളിൽ നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതിനകത്ത് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയാണ് അവിടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് ആണ്. ഫിസിക്കൽ സെക്യൂരിറ്റി, അത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് എന്താണ്, ഒന്നാമത്തെ ഹോസ്പിറ്റലിനെ നമ്മുടെ പുറമേ നിന്നുള്ള അതിക്രമിച്ച് കയറ്റം, അതാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. നൊഴിഞ്ഞു കയറുക അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ പുറമേ നിന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നൊഴിഞ്ഞു കയറുന്നതോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറുന്നതിനോ ഒക്കെ എതിരെ, ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ്സ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു നീക്കം ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, ഉള്ളിൽ നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. അടുത്തത് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുക. ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവർമാരെ, കോൺട്രാക്ടർമാരെ, വെൻഡേഴ്സ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര് അല്ലെ, വെൻഡേഴ്സിനെയൊക്കെ വസ്തുടമാര്, കച്ചവടക്കാര്, ഇവരെയൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ ആണ്. എല്ലാവരും ഓടിച്ചാടി കയറാതിരിക്കാനായിട്ട് നമ്മൾ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതാണ് ഹോസ്പിറ്റലിലൊക്കെ പാസ് ഒക്കെ വെച്ചിട്ടില്ലേ, എല്ലാവർക്കും കയറാതെ പാസ് ഒക്കെ വെച്ച ലിമിറ്റഡ് ആക്കുക. ഒന്ന് പാസ് ഉള്ളവർക്ക് മാത്രം കയറുക, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ വിസിറ്റേഴ്സിന് അനുവദിക്കുള്ളൂ അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, എക്സെട്ര. ഇനി അതിനെ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് വേണം, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഫോർ, ആർക്കൊക്കെയാണ് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കേണ്ടത്, കയറാനും ഇറങ്ങാനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാഫിന്, അതായത് സ്റ്റാഫുകൾക്ക് മാത്രം കയറാനായിട്ട്. അപ്പൊ അതിൽ കൂടെ വേറെ ആരെയും കയറ്റരുത്. അത് നമ്മൾ എന്താ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അല്ലെ. എല്ലാവരും ഒറ്റ ഡോറിൽ കൂടെ ഓടിപ്പോകുമ്പോ നമ്മൾ സ്റ്റാഫ് ഏതാ, പേഷ്യന്റ് ഏതാ, വിസിറ്റേഴ്സ് ഏതാ, അങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോ അല്ലെ. അപ്പൊ സ്റ്റാഫുകൾക്ക് മാത്രം ഒരു വഴി കൊടുക്കാം, എൻട്രി എക്സിറ്റ് കൊടുക്കാം അല്ലെ. പിന്നെ പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. ടെക്സ്റ്റ് നോക്കി, പേഷ്യന്റ് കോമ വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. പേഷ്യൻസിന്, അവരെ വിസിറ്റ് ചെയ്യുന്ന സന്ദർശകർക്ക്, വെൻഡേഴ്സിന്, ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് കൊടുക്കാം. ഇതൊക്കെ എന്തിനു വേണ്ടിയാ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാട്ടോ. പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, ഇവർക്ക് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് കൊടുക്കാം. സെയിൽസ് പേഴ്സണ് കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി പീപ്പിൾസ്, കോൺട്രാക്ടർ, ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് കൊടുക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ആർക്കൊക്കെയാണെന്നുള്ളത്. സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ ഡാഷ്, ആർക്കൊക്കെയാ, ഏതിന്റെ ഭാഗമായിട്ടാണ്, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ആർക്കൊക്കെ നമുക്ക് കൊടുക്കാം, സ്റ്റാഫിന് കൊടുക്കാം, പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സണ്, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. ഓക്കെ, ഇനി കുറച്ച് ഈ സേഫ്റ്റിയുടെ തന്നെ കുറച്ച് പോയിന്റ്സ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ, scrutinize and guide the non-patient and non-visitor traffic such as vendors at control gate. വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ, അതായത് ചില ഇതൊക്കെ നമ്മള് സാധാരണയായിട്ട് അസസ് കൺട്രോൾ ഗേറ്റുകൾക്കായിട്ട് ഉപയോഗിച്ചേക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സിസ്റ്റംസ് ഉള്ള ഉപകരണങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ കമ്പനികളോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മള് ഡോറിൽ കൂടെ പോകുമ്പോ
കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചിലപ്പോൾ ഡോർ കടന്നു പോകുമ്പോൾ സെൻസ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉടനെ സൗണ്ട് കേൾക്കും അല്ലെ. ഇലക്ട്രോണിക് റീഡറുകള്, ബയോമെട്രിക് സ്കാനറുകള്, സോഫ്റ്റ്വെയർ തുടങ്ങിയ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അസസ് അവരുടെ പ്രവേശനത്തെ നിയന്ത്രിക്കാനും എൻട്രി എക്സിറ്റ് റെക്കോർഡ് ചെയ്യാനും പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ അസസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അവിടെ എല്ലായിടത്തും നമുക്ക് എന്താണ് ഒരു സേഫ്റ്റി വേണം. കാരണം ഐഡന്റിഫൈ ചെയ്യാന്ന് തിരിച്ചറിയുക, സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കുക, ഗൈഡ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ആരെ? നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്. കണ്ടോ, പേഷ്യൻസ് അല്ലാത്തവരെ അല്ലെ, നോൺ വിസിറ്റർ ട്രാഫിക്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. ഏതുപോലെ? സച്ച് കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ. അതായത് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ അതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെ കേൾപ്പിച്ചോ, ഇലക്ട്രോണിക് റീഡറുകളൊക്കെ പോലെ അത് സെൻസ് ചെയ്യാവുന്ന രീതിയിലുള്ളത് കേട്ടോ. അങ്ങനെയുള്ള ഇതും എൻട്രി എക്സിറ്റ് റെക്കോർഡ് ചെയ്യാനും പേഷ്യൻസിനെ സുരക്ഷ ഉറപ്പാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അസസ് കൺട്രോൾ ഗേറ്റുകള്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നോൺ പേഷ്യന്റ്, നോൺ വിസിറ്റർ ട്രാഫിക്, ഇതൊക്കെ മനസ്സിലാക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക, ഗൈഡ് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, പ്രോഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോഹിബിറ്റ് നിരോധിക്കുക. എന്ത് നിരോധിക്കുക? പെഡസ്ട്രിയൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? കാൽനട ഗതാഗതം നിരോധിക്കുക. എഴുതിക്കടെ ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, ട്രക്ക് ഗേറ്റ്സ്, ഇതിൽ കൂടെയൊക്കെയുള്ള കാൽനട ഗതാഗതം നിരോധിക്കുക. അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് ബേ ആണ് കേട്ടോ, സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അതിൽ കൂടെ റിസീവിംഗ് ഏരിയയിൽ കൂടെ, മോർച്ചറി എക്സിറ്റ്, മോർച്ചറി എക്സിറ്റിൽ കൂടെ, ആൻഡ് ട്രക്ക് ഗേറ്റ്സിൽ കൂടെ. ട്രക്ക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ട്രക്കിന്റെ പുറകെയുള്ളതില്ലേ, ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക് ആണ് ട്രക്ക് ഗേറ്റ്. ഇതിൽ കൂടെ ഉള്ള പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക. അതൊന്നാണ് ട്രൈ ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ ഇതിൽ കൂടെ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, ട്രക്ക് ഗേറ്റ് എന്നിവയിൽ കൂടെയുള്ള ഗതാഗതം നിരോധിക്കുക. ക്ലിയർ അല്ലേ? ബാക്കി കുറച്ചുള്ളൂ, ചാപ്റ്റർ തീരാൻ ഇത്തിരി കൂടെ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ എത്തിയിരിക്കാം. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി കേട്ടോ, ഒന്നിൽ കൂടുതൽ ആരും വായിക്കേണ്ട, ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.